ഞങ്ങളെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാ കപ്പയും നാടൻ കോഴി. അപ്പൊ റെഡിയല്ലേ? റെഡി. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണുന്ന കോഴിയെ തട്ടി കറിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. അപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ ആരംഭിച്ചു. അമ്മച്ചി കപ്പയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ കപ്പയൊക്കെ പൊളിച്ച്, ഞങ്ങളല്ല അമ്മച്ചി കപ്പയൊക്കെ പൊളിച്ച് സെറ്റാക്കി. ആൻറ്റി അപ്പം അടുത്ത പരിപാടിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ ഇപ്പോൾ. പക്ഷേ കുറച്ച് പേരുകൂടി വരുന്നുണ്ട്. അപ്പോൾ വരുന്നതനുസരിച്ച് ഓരോരുത്തരെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ കോഴീനെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ അങ്ങനെ വന്നവർ ഓരോരോ പരിപാടികളിലോട്ടൊക്കെ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ദേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആരെയും നമ്മൾ വെറുതെ വിടില്ല ഗൈസ്. എല്ലാവർക്കും നമ്മൾ ഓരോരോ പരിപാടികളൊക്കെ ഇങ്ങനെ കൊടുക്കും. അതിനിടയ്ക്ക് പിള്ളേരൊക്കെ ഉണ്ട്, അവരവരുടേതായിട്ടുള്ള ലോകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചേച്ചി വന്നത് കോഴികളാണ് കേട്ടോ കയറി പിടിച്ചത്. എന്ത് ചെയ്യാനാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കൂടുതലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക ഫീലാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല നാടൻ കോഴി, കപ്പയും ചക്കയും ഒക്കെ. അപ്പോൾ നമ്മൾ ആദ്യം കപ്പ എന്ന് പറഞ്ഞാലും നമുക്ക് ചക്കയെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടേ. ആൻറ്റിക്ക് സംശയം ഈ കപ്പ കൊണ്ട് എല്ലാവർക്കും തികയുമോ എന്ന്. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയൊന്നുമില്ല, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ചക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ചക്കയെ നമ്മൾ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പല പരിപാടിക്ക് പോയതുകൊണ്ട് വീഡിയോ മൊത്തമായിട്ടൊന്നും എല്ലാത്തിൻ്റെ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. ഓക്കെ. അപ്പോൾ അതേ നമ്മൾക്ക് ചിക്കൻ കറിക്കുള്ള ഓരോ പരിപാടികളൊക്കെയാണ്. ഞാനത് പറയാൻ നിന്നാൽ പിന്നെ എനിക്ക് ഇതിലൊക്കെ വിട്ടു. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് കൈ കടത്താത്തത്. പിള്ളേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ അവരവരുടേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും ഒക്കെ ആയിട്ട് കൂടുമ്പോൾ കളിയും ചിരിയും പേപ്പർ കൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഓരോ സന്തോഷങ്ങളിൽ ഓരോന്നിങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കറുതെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ടേസ്റ്റ് നോക്കുന്നത് പോലെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ തിളയ്ക്കുന്ന നിങ്ങൾ നോക്കി, നാടൻ കോഴി ഇരുന്ന് തിളയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ ചക്ക റെഡിയാക്കി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചക്ക ഇങ്ങനെയാണ്. അപ്പോൾ ചക്ക എടുക്കുന്നുണ്ട്. ഇതിൽ കപ്പയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. എന്ത് ചെയ്യാനല്ലേ. ഇതൊക്കെ ഞങ്ങൾ സഹിക്കുക, അത്രേ ഉള്ളൂ. ചുമ്മാ ഒരു രസം. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ കറിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇനിയപ്പോൾ ഒന്ന് കഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നല്ല നാടൻ കപ്പ, നാടൻ കോഴി, നമ്മുടെ പറമ്പിൽ സുലഭമായി നമുക്ക് കിട്ടുന്ന ചക്ക, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം. അരെ വാ. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ആ ഒരു സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് കൂടെ ഒരു ഗ്ലാസ് കടും കാപ്പിയും കൂടെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, ആഹാ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കടും കാപ്പിയുടെ കഴിച്ചാൽ ശുഭം.